ഗാസയിൽ നിന്ന് ഇസ്രായേൽ പടിയിറങ്ങുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഗാസയിലേക്കുള്ള ഒരു സമാധാന കരാർ, ഹമാസ് ആയുധം താഴെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമാധാന കരാറാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് എന്ന ട്രംപിന്റെ പ്രസ്താവന കയ്യടിയോടുകൂടിയാണ് ലോകം കണ്ടത്. കാരണം ഗാസയിൽ വലിയ നാശനഷ്ടമാണ് ഇസ്രായേൽ വരുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇപ്പോൾ ഹമാസ് പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ ഞങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് നിലവിൽ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതി നെതന്യാഹു നിരുപാധികം തള്ളിക്കളഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഗാസക്കായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച 15 പോയിന്റ് ബോർഡർ ഓഫ് പീസ് പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരസിച്ചു. ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറില്ല എന്ന് നെതന്യാഹു ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ കടുത്ത നിലപാട് തന്നെയാണ് ഇത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. ഹമാസ് സമ്പൂർണ്ണമായും ഇല്ലാതാകണം. ഹമാസിന് യഥാർത്ഥവും പൂർണ്ണവുമായിട്ടുള്ള അന്ത്യം ഇസ്രായേൽ ആഗ്രഹിക്കുന്നുവെന്ന് നെതന്യാഹു ഊന്നി പറഞ്ഞു. തീവ്രവാദ സംഘടനയെ ദുർബലപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഈ വിഷയത്തിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടത്തിന്റെ ചില പദ്ധതികളോട് ഇസ്രായേൽ യോജിക്കുന്നു, അതേസമയം ചില വ്യവസ്ഥകളെ ഞങ്ങൾ പൂർണ്ണമായും മനസ്സ് തുറന്ന് എതിർക്കുന്നു എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. US നേതൃത്വത്തിലുള്ള സമാധാന ബോർഡിന്റെ ഡയറക്ടർ നിക്കോളായ് മാഡ്ലനോവും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹമാസിന്റെ എല്ലാ ആയുധങ്ങളും കണ്ടുകെട്ടിയാൽ മാത്രമേ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് നെതന്യാഹു ഇപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.